എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാമെന്നാണ്. ചില ആൾക്കാർ നമ്മൾ സാമ്പാർ പൗഡർ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് എങ്ങനെ വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് സാമ്പാറിലേക്ക് വേണ്ട കഷ്ണങ്ങൾ: ഒരു വലിയ കഷ്ണം വെള്ളരിക്ക, അത് ഞാൻ സ്ക്വയർ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, അതും സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക് 2 എണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത്, അത് നെടുകീറിയിട്ടിട്ടുണ്ട്. ഒരു ക്യാരറ്റ്, അതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു സബോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് വേപ്പില, മല്ലിപ്പൊടി 1.25 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. തൂരപ്പരിപ്പാണ്, അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂണാണ്. പിന്നെ മുളക് പൊടി എടുത്തേക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ, അത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് വറുത്തിടാനായിട്ട് 3-4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 4 വെണ്ടക്കായ എടുത്തിട്ടുണ്ട്. ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ നമ്മൾ കോൽപ്പുളി എടുത്തിട്ടുണ്ട്. പിന്നെ കായ എടുത്തിട്ടുണ്ട്. ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ വറക്കാനായിട്ട് നാളികേരം എടുത്തിട്ടുണ്ട്. അതിന് 3/4 കപ്പാണ് എടുത്തേക്കുന്നത് നാളികേരം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. തൂരപ്പരിപ്പ് 1/2 കപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. നമ്മൾ തക്കാളിയും വെണ്ടക്കായും മുരിങ്ങക്കായും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. വേപ്പിലിട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് മുളക് പൊടി നമ്മളിട്ട് കൊടുക്കുന്നു. കാശ്മീർ റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1.5 ടേബിൾ സ്പൂൺ കാശ്മീർ റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ആ കഷ്ണങ്ങൾ വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിക്കുകയാണ്. നല്ലോണം ഇളക്കി കുക്കർ അടച്ച് വെച്ച് നമ്മൾ അടുപ്പ് കത്തിച്ചു വെക്കണം. നമ്മൾ അപ്പുറത്തെ സ്റ്റവിലേക്ക് ഒരു പാത്രം എടുത്ത് വെച്ചു. അതിൽ നമ്മൾ നാളികേരം വറക്കാൻ വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത്. നമ്മൾ അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ തക്കാളിയും വെണ്ടക്കായും മുരിങ്ങക്കായും ആവശ്യത്തിന് അധികം വെള്ളം ഒഴിക്കരുത്, അത് നക്കൊക്കെ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വേവാൻ വേണ്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ ഇതിനൊക്കെ വറുത്ത് വരുമ്പോഴേക്കും അത് വെന്തോളും. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു കഷ്ണം കായ ഇട്ട് കൊടുത്തു. കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീഡിയം കഷ്ണം കായ ഇട്ട് കൊടുത്തു. കായം ഫ്രൈ ആയി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ ഉലുവ. പിന്നെ അത് വറുത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നാളികേരം ഇട്ട് കൊടുക്കുകയാണ്. 3/4 കപ്പ് നാളികേരം. ഉലുവയും കായൊന്നും അധികം വറുത്ത് കരിഞ്ഞു പോകരുത്, അതിനു മുമ്പ് തന്നെ നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ നാളികേരം നന്നായിട്ട് ഫ്രൈ ചെയ്യാണ്. ഇപ്പോൾ ഒരടുപ്പിൽ നമ്മൾ വെണ്ടക്കായും മുരിങ്ങക്കായും തക്കാളിയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടാവും, ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പുറത്തെ സ്റ്റൗവിൽ അടുപ്പിൽ നമ്മൾ പരിപ്പും മറ്റുള്ള കഷ്ണങ്ങളൊക്കെ വേവിക്കാനിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ലോണം ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. ഇനിയിത് ഈ നാളികേരം ഒരു നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി ഞാനൊരു 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. സിമ്മിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നന്നായി ഇളക്കിയിട്ട് കൊടുക്കുക, കരിയാണ്ട് ശ്രദ്ധിക്കണേ.
ആ നാളികേരം ഇട്ട് കൊടുത്തതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു തണ്ട് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് 2 ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം അതിലേക്ക്. അപ്പോൾ അത് വറുത്ത് ചൂടാറാൻ വേണ്ടി വേറെ പാത്രത്തിലേക്ക് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുക്കർ 2 വിസിൽ വന്ന് പരിപ്പും കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് നമ്മൾ വെച്ചിരിക്കുന്ന തക്കാളിയും വെണ്ടക്കായും മുരിങ്ങക്കായും ഒക്കെ അതും വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ കണ്ടില്ലേ നാളികേരം വറുത്ത് വെച്ചത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ പരത്തിയിട്ട് വെച്ച് കൊടുത്തേക്കാണ് വേഗം ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ കഷ്ണങ്ങളും പരിപ്പും എല്ലാം കൂടെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക്, കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതായത് പരിപ്പും കഷ്ണങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നല്ലോ, ആ വെന്ത കഷ്ണങ്ങളും പരിപ്പും പിന്നെ തക്കാളി വെണ്ടക്കായ മുരിങ്ങക്കായ ഇതെല്ലാം കൂടെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. നമ്മളൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വെച്ചേക്കാണ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പുളി ചേർക്കണം. ഈ സമയം നമ്മുടെ ഉപ്പൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പുളി ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പുളി, അത് നമ്മുടെ ആവശ്യത്തിന് അതിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായി എല്ലാം കൂടി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഈ വറുത്ത് വെച്ച നാളികേരം നമുക്ക് അരച്ചിട്ട് ഇതിൽ ചേർക്കണം. അപ്പോൾ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളത് ഇതിലേക്ക് ചേർക്കണു. ആ ജാറിൽ നിന്ന് ഞാൻ നന്നായിട്ട് അതൊക്കെ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ അതിലേക്ക്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അതേ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇത് വറുത്തിടാണ്. നമ്മൾ സ്റ്റൗവിൽ നിന്ന് അങ്ങോട്ട് മറ്റേ ബർണറിലേക്ക് മാറ്റി വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഞാനൊരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3-4 ഉണക്കമുളകും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് വേപ്പിലിട്ട് കൊടുക്കുക. അത് നന്നായി ഇതായി വരുമ്പോൾ നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ച് അപ്പം തന്നെ അടച്ച് വയ്ക്കുക. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റുള്ള വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2-3 ബർണർ ഉള്ള ഒരു സ്റ്റവ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു ബർണറിൽ നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പും കൂടിയിട്ട് വേവിക്കാം. അപ്പുറത്തെ ബർണറിൽ ഞാൻ ചെയ്ത പോലെ തക്കാളി വെണ്ടക്കായ മുരിങ്ങക്കായ അത് വേവിച്ച് കൊടുക്കാം. വേറെ അടുപ്പിൽ നമുക്ക് നാളികേരം വറുക്കാം. ഇതൊക്കെ നമുക്ക് ഒരേ സമയത്ത് തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 3 ബർണർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സാമ്പാറാണ്. നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. ഇതേ ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. ചോറ്, സാമ്പാർ, പപ്പടം, പിന്നെ ഞാനിതിൽ വെച്ചേക്കുന്നത് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി കഴിഞ്ഞു. ഇനി എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.